ഇവള് കുട്ടിക്കാലത്ത് ഒരുപാട് കഴിവുകളുള്ള കുട്ടിയായിരുന്നെങ്കിലും വലുതായി വരുന്നതിനനുസരിച്ച് തനിക്ക് സൗന്ദര്യം ഇല്ല എന്ന ചിന്ത അവളെ ഡിപ്രഷനിലാക്കുകയാണ്. അവളുടെ ചുറ്റിലുള്ള ആൾക്കാരെല്ലാം അവളെ കളിയാക്കാറുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മോഡലും അവളെ എന്നും ചീത്ത വിളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം അവളൊരു നല്ല ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുകയാണ്. അവനോട് അവൾക്കൊരു ഇഷ്ടം തോന്നുകയും ചെയ്യാണ്. പക്ഷേ അവളെ കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ട് അവൻ അവളെ ഇഷ്ടപ്പെടില്ല എന്ന് കരുതി അവൾ ഒരുപാട് സങ്കടപ്പെടുകയാണ്. കൂടാതെ അവൾ ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തതോടുകൂടി പിന്നീട് അവൾ വീട് വിട്ട് പുറത്തിറങ്ങാതാവാണ്. അങ്ങനെ ഒരു ദിവസം അവൾക്കൊരു മെസ്സേജ് വരികയാണ്. അവളെന്തോ ബ്യൂട്ടി പ്രോഡക്റ്റ് വിൻ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. പക്ഷെ അതെന്തോ സ്കാം ആണെന്ന് കരുതി അവൾ അത് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. അടുത്ത ദിവസം അവളുടെ വീട്ടിൽ ആ പ്രൊഡക്റ്റ് എത്തുകയാണ്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരു പെൻഡ്രൈവിലാക്കി അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട് അവൾ അത് യൂസ് ചെയ്യാൻ പഠിക്കുകയാണ്. ഈ ബ്യൂട്ടി വാട്ടർ ഒരു പാത്രത്തിലെടുത്ത് അതിൽ 20 മിനിറ്റ് ഫേസ് ഡിപ്പ് ചെയ്ത് വെക്കണം. അത്രമാത്രം ചെയ്താൽ യൂസ് ചെയ്യുന്നവരുടെ ഫേസ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാൻ അവർക്ക് സാധിക്കും. അങ്ങനെ അവൾ ആ ബ്യൂട്ടി വാട്ടർ ഉപയോഗിച്ച് അവളുടെ ഫേസ് മുഴുവനും മാറ്റി സുന്ദരിയാവുന്നു. പക്ഷെ അവളുടെ മുഖമൊഴികെ ബാക്കി ശരീരം മുഴുവനും പഴയതുപോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ ബ്യൂട്ടി വാട്ടർ കിട്ടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെയുള്ള സ്ത്രീ അവളോട് $200 മില്യൺ വേണമെന്ന് പറയുന്നു. അത്രയും തുക കേട്ടിട്ട് അവൾ ഞെട്ടിയെങ്കിലും വീട്ടിലെത്തി അവൾ പണം തന്നില്ലെങ്കിൽ താൻ മരിച്ചു കളയുമെന്ന് അവളുടെ അച്ഛനെയും അമ്മയും ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ട് അവളുടെ പേരൻസ് കയ്യിലുള്ള എല്ലാ പണവും എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ആ പണം കൊടുത്ത് ബ്യൂട്ടി വാട്ടർ വാങ്ങി ശരീരം മുഴുവനും അവൾ ഭംഗിയുള്ളതാക്കുന്നു. ഈ കഥയുടെ ഇടയ്ക്ക് മലയാളത്തിൽ ഈ അടുത്തിറങ്ങിയ ആവേശം എന്ന അടിപൊളി ഷോർട്ട് ഫിലിം നമുക്കൊന്ന് പരിചയപ്പെടാം. കാര്യം പടം വെറും 11 മിനിറ്റ് മാത്രമാണെങ്കിലും അതിനിടയിൽ ഇമോഷനും കോമഡിയും റിവെഞ്ചും അതിന്റെ കൂടെ വേറെ ലെവലിൽ റാപ്പ് സോങ്ങും എല്ലാം നിറഞ്ഞ ഒരു അടാറ് ത്രില്ലർ ചിത്രം തന്നെയാണ് ആവേശം. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മേക്കിംഗ് അത് സമ്മതിച്ച് തന്നെ കൊടുക്കണം. മേക്കിങ്ങും ആക്ടിങ്ങും എല്ലാം കൊണ്ട് വേറെ ലെവൽ തന്നെയാണ് സംഭവം. പടം ബഡ്ജറ്റ് ലാബ് എന്ന യൂട്യൂബ് ചാനലിൽ ആവേശം എന്ന ടൈറ്റിൽ അവൈലബിൾ ആണ്. എല്ലാവരും കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അങ്ങനെ അവൾ അവളുടെ സൗന്ദര്യം ഉപയോഗിച്ച് ഒരുപാട് പേരെ പരിചയപ്പെടാൻ തുടങ്ങുന്നു. അപ്പോഴാണ് സൗന്ദര്യം മാത്രം പോരാ, താൻ ഫേമസ് ആവാതെ ചില സ്ഥലങ്ങളിലൊന്നും തനിക്ക് കയറാൻ കൂടി കഴിയില്ല എന്ന് അവൾ മനസ്സിലാക്കിയത്. ആ സമയത്ത് പെട്ടെന്നാണ് അവളുടെ ശരീരം വീണ്ടും വണ്ണം വെക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. അവൾ പഴയതുപോലെ തന്നെ ആകുമെന്ന് കരുതി അവൾക്ക് പേടിയാവാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഓടി വീട്ടിലേക്ക് എത്തി അലാറം സെറ്റ് ചെയ്ത് ബ്യൂട്ടി വാട്ടറിൽ അവൾ കയറി കിടന്നു. പക്ഷെ അവിടെ കിടന്ന് അവൾ ഉറങ്ങിപ്പോയി. അവളുടെ ഉറക്ക് തെളിയുമ്പോഴേക്കും ഒരുപാട് മണിക്കൂറുകൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അത്രയും നേരം ആ ബ്യൂട്ടി വാട്ടറിൽ കിടന്നതുകൊണ്ട് തന്നെ അവളുടെ ശരീരം മുഴുവനും അലിഞ്ഞുപോയി. ഇത് അവളുടെ പേരൻസ് കാണുകയും പെട്ടെന്ന് തന്നെ അവളെ ആ ബാത്ത് നിന്നും പുറത്തെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ അവളുടെ ഫ്ലഷ് മുഴുവനും അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ ഒരുപാട് സ്നേഹിക്കുന്ന അവളുടെ പേരൻസ് ഇപ്പോൾ ബ്യൂട്ടി വാട്ടർ ഉപയോഗിച്ച് അവരുടെ ഫ്ലഷ് എടുത്ത് അവളുടെ ശരീരത്തിൽ ചേർക്കുകയാണ്. അങ്ങനെ അവളുടെ അച്ഛനും അമ്മയും എല്ലും തോലും ആയെങ്കിലും അവൾക്ക് വീണ്ടും ബോധം വന്നു. ബോധം വന്നവൾ ഓടിപ്പോയി കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൾ തന്നെ പേടിച്ചു പോവുകയാണ്. കാരണം അവൾ അത്രയ്ക്കും വികൃതമായി പോയിട്ടുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവൾ കയ്യിലുള്ള പണം മുഴുവനും എടുത്ത് വീണ്ടും ആ സ്ത്രീയെ കാണാൻ പോകുന്നു. എന്നിട്ട് അവളെ പഴയതുപോലെ സുന്ദരിയാക്കാൻ അവരോട് പറയുന്നു. എന്നാൽ അവളുടെ കയ്യിലുള്ള പണമൊന്നും പോരെന്നും പറഞ്ഞ് ആ സ്ത്രീ അവളെ കൊണ്ട് അവരുടെ കാല് വരെ നക്കിക്കുകയാണ്. അങ്ങനെ വേറെ രക്ഷയില്ലാതെ അവൾ അത് ചെയ്യുന്നു. എന്നിട്ട് അവർ അവളുടെ മുഖവും കൈയും മാത്രം ശരിയാക്കി കൊടുക്കുന്നു. ബാക്കി ചെയ്യാൻ പണം കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നിട്ട് അവളെ പുറത്താക്കാനും ചീത്ത വിളിക്കാനും തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു അടി നടക്കുകയാണ്. അതിൽ ആ സ്ത്രീയെ അവൾ കൊന്നു കളയുന്നു. എന്നിട്ട് ആ സ്ത്രീയുടെ ഫ്ലഷ് ഉപയോഗിച്ച് അവൾ അവളുടെ ശരീരം വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുന്നു. ആ സമയത്താണ് ആ നാട്ടിൽ നിന്നും ഒരുപാട് പെൺകുട്ടികൾ മിസ്സായിട്ടുണ്ടെന്നും അവൾ മുൻപ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിലെ മോഡലും ആ കൂട്ടത്തിൽ മിസ്സായിട്ടുണ്ടെന്നും ന്യൂസ് വന്നത്. ആ ചാൻസ് ഉപയോഗിച്ച് അവിടെ അവൾ മോഡലായി കയറുന്നു. എന്നിട്ട് അവൾ ഫേമസ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ മുൻപ് അവൾക്ക് ഇഷ്ടം തോന്നിയ ആ മോഡലിനെ അവൾ വീണ്ടും കണ്ടുമുട്ടുന്നു. അങ്ങനെ അവർ ഡേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദിവസം അവൾ അവന്റെ കൂടെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അവന്റെ ഫാമിലി ഫോട്ടോ അവൾ കാണുകയാണ്. പക്ഷെ അവൻ അതിലുണ്ടായിരുന്നില്ല. പകരം ആ സ്ഥാനത്ത് സൗന്ദര്യമില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവൻ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവൾ ആ റൂം മുഴുവൻ നോക്കുന്നു. അവിടെ ഒരു മൂലയ്ക്ക് ഒരു വലിയ പെട്ടി കണ്ട് അവൾ അത് തുറന്നു നോക്കുന്നു. അതിൽ മുഴുവനും ബ്യൂട്ടി വാട്ടർ ആയിരുന്നു. അങ്ങനെ അവനും ഇത് ഉപയോഗിച്ചാണ് സൗന്ദര്യം കൂട്ടിയതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ വീണ്ടും അവൾ ആ റൂം ചെക്ക് ചെയ്യുന്നു. അവിടെ വെച്ച് ഇതുവരെ കാണാതായ എല്ലാ പെൺകുട്ടികളുടെയും ഡീറ്റെയിൽസ് അവൾക്ക് കിട്ടുകയാണ്. അതിൽ അവളുടെ പിക്കും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികളെയെല്ലാം അവൻ കൊന്നുകളഞ്ഞതാണെന്നും അവന്റെ അടുത്ത ഇര താനാണെന്നും അവൾക്ക് മനസ്സിലാവുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവൻ അവളെ പിടിച്ച് കെട്ടിയിടുന്നു. എന്നിട്ട് മുൻപ് അവൾ കണ്ട ഫാമിലി ഫോട്ടോയിലെ വിരൂപിയായ പെൺകുട്ടി അവനാണെന്നും പിന്നീട് ജെൻഡർ ചേഞ്ച് ചെയ്ത് ബ്യൂട്ടി വാട്ടർ ഉപയോഗിച്ചാണ് അവനായി മാറിയത് എന്നും അവളോട് അവൻ പറയുന്നു. അതുപോലെ തന്നെ പുതിയ പുതിയ പെൺകുട്ടികളെ കണ്ടുപിടിച്ച് അവരെ വശത്താക്കി പിന്നീട് അവരുടെ ഫ്ലഷ് ഉപയോഗിച്ചാണ് അവൻ ഇത്രയും കാലം സൗന്ദര്യം നിലനിർത്തിയത് എന്ന് അവൻ പറയുകയാണ്. ഇതെല്ലാം കേട്ട് പേടിച്ചിരിക്കുന്ന അവളെയും അവൻ മെല്ലെ മെല്ലെ കൊല്ലാൻ തുടങ്ങുകയാണ്.